സംസ്ഥാനത്തെ എക്സൈസ് സർക്കിൾ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. വിവിധ ഓഫീസുകളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണവും മദ്യക്കുപ്പികളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്ന പേരിലായിരുന്നു പരിശോധന. കൈക്കൂലിയുടെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. എസ് സാരംഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഓണമാണ്. ഓണത്തോടനുബന്ധിച്ച് വ്യാപകമായ രീതിയിൽ ലഹരിയും അതോടൊപ്പം വ്യാജമദ്യവും സംസ്ഥാനത്തേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷെ അവിടെ ഇടപെടേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ഈ ലഹരി സംഘങ്ങൾക്കും വ്യാജമദ്യ സംഘങ്ങൾക്കുമൊക്കെ ഒത്താശ ചെയ്യുന്നു എന്ന ആക്ഷേപം ഉയരുന്നു. അതിനിടെയാണ് ഇത്തരമൊരു വ്യാപകമായ പരിശോധന വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കൈക്കൂലി വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സാരംഗ്? തീർച്ചയായും ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പരിശോധനയിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുകകളടക്കം ഈ ഇത്തരത്തിലുള്ള എക്സൈസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ നിലവിൽ ഗൂഗിൾ പേ വഴി അടക്കം ലഭിച്ച തുകയുടെ വിവരങ്ങളും പിന്നെ അതല്ലാതെ ലഭിച്ച തുകയുടെ വിവരമെല്ലാം ഇപ്പോൾ വിജിലൻസ് സംഘം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം രൂപ ഗൂഗിൾ പേ മുഖേന ഇത്തരത്തിൽ പല ഉദ്യോഗസ്ഥരും കൈപ്പറ്റിയെന്ന്, അതായത് ബാർ ഉടമകളിൽ നിന്നും ഷാപ്പ് ഉടമകളിൽ നിന്നടക്കം ഇത്തരത്തിൽ കൈപ്പറ്റിയെന്നും ഒപ്പം തന്നെ ബാർ ഉടമകളിൽ നിന്നടക്കം ഇത്തരത്തിൽ വലിയൊരു തുക 2 ലക്ഷത്തിലകം ഗൂഗിൾ പേ വഴി വാങ്ങിയെന്നും അതല്ലാതെ തന്നെ അതിലധികം രൂപ 28,000-ലധികം രൂപ ഇത്തരത്തിൽ ഓഫീസുകളിൽ നിന്നും ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വയനാട്ടിലെ കൽപ്പറ്റ ഈ എക്സൈസ് ഓഫീസിൽ എത്തിയ സമയത്ത് ഓഫീസ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വിജിലൻസ് ഓഫീസേഴ്സ് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഈ ഓഫീസ് തുറന്ന് പരിശോധിക്കുകയും ചെയ്തത്. സുൽത്താൻ ബത്തേരിയിലെ എക്സൈസ് സംഘത്തിൻ്റെ ഇത്തരത്തിലുള്ള എക്സൈസ് പരിശോധനയിലിടയ്ക്ക് ഈ ഒരു 6,500 രൂപ ഈ ഉദ്യോഗസ്ഥൻ വലിച്ചെറിയുകയുണ്ടായി. അത് കണ്ടെടുക്കുകയും അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വെയർഹൗസിൽ നിന്നും ബാറിലേക്ക് ഇറക്കിയ ഈ ഒരു മദ്യക്കുപ്പികളുടെ എണ്ണമടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റർ ഈ ഒരു എക്സൈസ് ഓഫീസറുടെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് ബാർ ജീവനക്കാർ ഈ ഒരു രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ച് അവിടെ നിന്ന് ഒപ്പിട്ടതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിയമപ്രകാരം ഇത്തരത്തിൽ മദ്യക്കുപ്പികൾ ഇറക്കുന്ന സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരിക്കണം. അത് നോക്കി ചിട്ടപ്പെടുത്തി രേഖപ്പെടുത്തിയതിന് ശേഷം ഒപ്പിട്ട് നൽകണം എന്നാണ് ചട്ടം. പക്ഷേ അത് പാലിക്കാതെ ഈ ഒരു ജീവനക്കാർ എത്തിച്ചു കൊടുക്കുന്ന രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സംസ്ഥാനത്തിലുടനീളം ഇത്തരത്തിലുള്ള തിരിമറികൾ, അതായത് ഈ ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് കൂടുതലായുള്ള അനധികൃതമായ മദ്യനിർമ്മാണം, ഒപ്പം തന്നെ ഈ ഒരു ബാർ ഉടമകളും ഷാപ്പ് ഉടമകളും നടത്തുന്ന തിരിമറികളെല്ലാം കൂടുതലാകുന്ന ഒരു സമയമാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു സമയമാണിത്. അത്തരത്തിലുള്ള ഒരു സമയത്ത് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു അനധികൃത മദ്യനിർമ്മാണം, ഒപ്പം തന്നെ വ്യാജ മദ്യനിർമ്മാണം എല്ലാം കൃത്യമായ ഇടപെടൽ ഈ ഒരു വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് മിന്നൽ പരിശോധന കേരളത്തിൽ ഉടനീളം നടന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ഇത്തരത്തിൽ കൈക്കൂലി അടക്കം വാങ്ങിയതിന് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചത്. നിലവിൽ ഈ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ പരിശോധന ആയതുകൊണ്ട് തീർച്ചയായും സാരംഗ്, ഇവിടെ കൈക്കൂലി വാങ്ങിയതിന്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതോടൊപ്പം കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിട്ടുണ്ട്. മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് നിലവിലൊരു മിന്നൽ പരിശോധന, അതായത് ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്നൊരു പരിശോധനയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. കാരണം ഇതിൽ ഈ ഡിജിറ്റലായി ലഭിച്ച തുകകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത് എന്ത് ആവശ്യത്തിന് വേണ്ടി അയച്ചു കൊടുത്തതാണെന്നൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. അതിനുശേഷം കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് തരത്തിലുള്ള കൈക്കൂലി വിരുദ്ധ, അതായത് ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങുന്നതിനടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക. നിലവിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്കാണ് ഈ വിജിലൻസ് സംഘം മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിലുടനീളമാണ് പരിശോധന. അത് 1-2 ജില്ലകളിലല്ല. ഈ ഒരു കണ്ണൂർ, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകൾ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പരിശോധന. ഇത്തരത്തിൽ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസിൻ്റെ ഏകദേശം എല്ലാ വിഭാഗത്തിൽ നിന്നും, എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആലപ്പുഴയിലടക്കം ഇത്തരത്തിലൊരു ചെരുപ്പിനടിയിൽ നിന്നും തുക കണ്ടെത്തിയ സംഭവമുണ്ട്. അത്തരത്തിൽ ചെറുതായാലും വലുതായാലും ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നു. അത് വിജിലൻസ് സംഘം കണ്ടെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു ഈ ഒരു ഓപ്പറേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും കൃത്യമായ നടപടികളിലേക്ക് കടക്കുക. അത്തരത്തിൽ പൂർണ്ണമായും ഈ ഒരു ഓണാഘോഷ സമയം ഇത്തരത്തിലുള്ള വ്യാജമദ്യത്തിൻ്റെയും മറ്റ് അനധികൃതമായ ഇത്തരത്തിലുള്ള വാറുടമകളടക്കം അനധികൃതമായ പല നീക്കങ്ങൾ നടത്തും. അതെല്ലാം തടയാനുള്ളൊരു നീക്കമാണ് വിജിലൻസിൻ്റെ. മാത്രമല്ല എക്സൈസിൻ്റെ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിജിലൻസ് ഈ ഒരു ഓപ്പറേഷനുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. സാരംഗാണ്
തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായിട്ടാണ് എക്സൈസിൻ്റെ ഓഫീസുകളിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന.